പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അനുഗ്രഹം അടിപ്പടർ പോലെ പൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ആരാധന നിമിഷം നമ്മുടെയൊക്കെ ആവശ്യിക്കുന്ന സമയമാണ്. നമ്മുടെ തീർത്ഥാടനത്തിലുള്ളവരും അകലെ ഉടമ്പടിയിൽ ഓൺലൈനിലുള്ളവരും ജാഗ്രതയോടെ ഈ ആരാധനയിൽ പങ്കെടുക്കേണ്ടതാണ്. കൈകളെ ഇടതുനെഞ്ചിൽ വെച്ചിട്ട് വലത് കരങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് നമുക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ രോഗങ്ങൾ, ഇതൊരു അസുലഭമായൊരു സമയമാണ്. കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ, എൻ്റെ മനസ്സിൽ തോന്നിച്ചതുപോലെയാണ് നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇടത് നെഞ്ചിലും വലത് കരം നിൻ്റെ ശിരസിലും, നിൻ്റെ മുഴുവൻ ശരീരം, ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ഈ സമയത്ത് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നീ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നീ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല, മറിച്ച് നിന്നോടുള്ള സ്നേഹത്താൽ നിൻ്റെ ദൈവം തൻ്റെ അടുത്തേക്ക് നിന്നെ വിളിച്ചതാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്ന ദൈവികമായ നിമിഷങ്ങളാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വാക്ക് മതി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരു വാക്ക് മതി, എനിക്കത് മതി. 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 വീണ്ടും ശിരസിൻ്റെ കൈവെക്കുക, ഇടത് കൈ ഇടനെഞ്ചിൽ വെക്കുക. കർത്താവിൻ്റെ അനുഗ്രഹം ചൊരിയുന്ന സമയമാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി എടുത്ത മക്കള്, ഉടമ്പടി എടുക്കാൻ പോകുന്ന മക്കള്, ഉടമ്പടി ജീവിക്കുന്ന മക്കള്, കണ്ണുനീരോടെ കർത്താവിൻ്റെ ദിവസം ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുന്ന അമ്മേ, ഓരോ മകനെയും മകളെയും തൊടുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അടിപ്പട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം മക്കളിലേക്ക് ഇടിച്ചിറങ്ങട്ടെ. ആന്തരിക അവയവങ്ങൾ, രോഗബാധിതമായ അവയവങ്ങൾ, അവയവങ്ങൾ, തലച്ചോറുകൾ, സൂക്ഷ്മ ഞരമ്പുകൾ ബ്ലോക്ക് വന്നിരിക്കുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ ശ്വാസനാളങ്ങൾ, അതുപോലെ തന്നെ തൊണ്ട സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, അതുപോലെ തന്നെ കർത്താവ് തൈറോയ്ഡ് രോഗങ്ങൾ, കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. എല്ലാ രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഒരു വാക്ക് മതി, എനിക്കത് മതി. ഒരു വാക്ക് മതി, എനിക്കത് മതി. ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. ഒരു വാക്ക് മതി, എനിക്കത് മതി. സന്തോഷത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ആയിരിക്കണം. കർത്താവ് നിന്നെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അനേകം സാക്ഷ്യങ്ങൾ ഇനിമുതൽ നിനക്ക് പറയാൻ പറ്റും. ഇന്നത്തെ ഒറ്റ പ്രാർത്ഥന കാരണം ചുണ്ട് തടിക്കുകയും ചുണ്ടിന് അലർജി ഉണ്ടാവുകയും ചുണ്ടിന് ചൊരുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. മൂക്കടഞ്ഞു പോയത്, മൂക്ക് ദശ വളരുന്നതുമായിട്ടുള്ള വ്യക്തികളെ, കുഞ്ഞുങ്ങളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ നടുവിനും വെക്കണമേ. കിഡ്നി രോഗികൾ ഈ നിമിഷം സുഖപ്പെടട്ടെ. കിഡ്നി രോഗികൾ ഈ നിമിഷം സുഖപ്പെടട്ടെ. കിഡ്നി രോഗികൾ ഈ നിമിഷം സുഖപ്പെടട്ടെ. കർത്താവിൻ്റെ കരങ്ങൾ ഇടത് നെഞ്ചിൽ വെക്കട്ടെ. ഹൃദയ രോഗികളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങൾ ഇടത് നെഞ്ചിൽ വെക്കട്ടെ. ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. പതിരകളെ സ്പർശിക്കണമേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ. കർത്താവ് ശ്വാസം മുട്ടുള്ളവരെ, ശ്വാസ തടസ്സമുള്ളവരെ, ശ്വാസം മുട്ടുന്നവരെ
കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഓക്സിജൻ ലഭിക്കാത്തവർ, ഓക്സിജൻ സാച്ചുറേഷൻ ഉള്ളവർ എല്ലാവരെയും കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എനിക്കതു മതി, ഒരു വാക്കുമതി, എനിക്കതു മതി, ഒരു വാക്കുമതി, എനിക്കതു മതി. വീണ്ടും ഇടത് കൈ വയറിൽ വെച്ചുകൊണ്ട് വലത് കരം നടുവിൽ വെച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിൽ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഉദര രോഗങ്ങൾ കർത്താവിന്റെ നാമത്തിലെ കർത്താവെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കരുണ മക്കളിലെ ചൊരിയണമേ. ഉദര രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, കർത്താവ് മക്കളില്ലാത്തവര്, അണ്ടാശയ രോഗങ്ങള്, അണ്ടാശയത്തിൽ സിസ്റ്റ്, ഗർഭാശയത്തിൽ സിസ്റ്റ്, കർത്താവ് ഗർഭാശയം ചുരുങ്ങിപ്പോയവര്, ഗർഭാശയത്തിൻ്റെ ഭിത്തികൾ നനുത്തതായിട്ടുള്ളത്, നേർമ്മയായിട്ടുള്ളത്, കുഞ്ഞുങ്ങൾ ഗർഭം ധരിക്കാൻ പറ്റാത്ത ഗർഭാശയങ്ങളെ സ്പർശിക്കരുത് പ്രാർത്ഥിക്കുന്നു. അണ്ടബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ദമ്പതിമാരെ അവരെ സ്പർശിക്കരുത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവികമായ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിയുടെ ഒരു വാക്കുമതി, എനിക്കതു മതി, ഒരു വാക്കുമതി, എനിക്കതു മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കയ്യിൽ രണ്ട് നെഞ്ചത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി വെച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉടമ്പടി എടുത്തിട്ടില്ലാത്തവർ അവരുടെ ജീവിതാവസ്ഥകളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, സർട്ടിഫിക്കറ്റുകളിൽ വിത്ത് ഹെൽഡായി പോയിട്ടുള്ളവർ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, പരീക്ഷ കഴിഞ്ഞവർ, തൊക്കൊന്ന് ഭീതിയുള്ളവർ, ജയിക്കാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും, വ്യത്യസ്തങ്ങളായ വിദേശ ജോലികൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലെ ഓരോരോ ഘട്ടങ്ങളിലെ ഹെൽഡപ്പായി പോയിട്ടുള്ളവരെ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വീട്, ജോലി, സ്ഥലങ്ങൾ, സ്ഥലസംബന്ധമായ വിഷയങ്ങൾ, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ, എല്ലാ വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഇട്ടുമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ഒരു വാക്കുമതി, എനിക്കതു മതി, ഒരു വാക്കുമതി, എനിക്കതു മതി, ഒരു വാക്കുമതി, എനിക്കതു മതി, ഒരു വാക്കുമതി, എനിക്കതു മതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്തൃതിരുസന്നിധിയിൽ മൗനമായി പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വിഷയങ്ങൾ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
ഉടമ്പടിയുടെ ഒരു വസന്തകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിങ്കളാഴ്ച സീറോ മലബാർ സഭയിലും ബുധനാഴ്ച ലത്തീൻ സഭയിലും ഓറിയൻ്റൽ ചർച്ചിൽ തിങ്കളാഴ്ച ഓറിയൻ്റഡ് പേഴ്സ് സഭകളിലെ തിങ്കളാഴ്ചയും ലത്തീൻ സഭയിൽ ബുധനാഴ്ചയുടെ നോൻപ് ആരംഭിക്കുക. നോൻപ് വിശുദ്ധിയുടെ വലിയ കാലമാണ്. ഉടമ്പടി ഏറ്റവും കൂടുതൽ അനുയോജ്യമായൊരു കാലമാണ് നോൻപ്. അതുകൊണ്ട് തന്നെ നോൻപിൻ്റെ ഈ ഒരു ആഴ്ച തന്നെ എല്ലാവരും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഉടമ്പടി എടുത്ത് നോൻപിൻ്റെ കൂടെ അങ്ങോട്ട് ഉടമ്പടിയോട് ചേരുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ആഴ്ച ഇപ്പോൾ ശനിയാഴ്ച വരെ സമയമുണ്ട്. നോൻപോടുകൂടി നമ്മൾ ഉടമ്പടിയോടുകൂടി നോൻപ് ആരംഭിക്കുക. അപ്പം അതൊരു നല്ല അവസരമായിട്ട് ഉപയോഗിക്കണം. പിന്നെ ഒത്തിരിയേറെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് അമ്മമാരുടെ ഉടമ്പടിയിൽ കയ്യൊപ്പ് പ്രാർത്ഥന വാങ്ങിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. അവരുടെ എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളോട് അവരുടെ പരീക്ഷ കഴിയണ ദിവസം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടി കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിച്ച് അവരെയും ഉടമ്പടിയുടെ ഭാഗമാക്കണം. അവർ വിശുദ്ധ ജീവിതം നയിക്കുകയും സുവിശേഷ സാക്ഷികളായി ജീവിക്കുകയും ദൈവത്തിൻ്റെ മക്കളെപ്പോലെ ജീവിക്കണം. കാരണം ലോകം വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിഷപ്പകർച്ച ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കി നമ്മുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അമ്മമാർക്ക് പ്രത്യേകമായ ചുമതലയുണ്ട്. മാതാപിതാക്കന്മാർ തന്നെ ഒരു ആധ്യാത്മിക അന്തരീക്ഷം ഈ ദിവസങ്ങളിൽ ഭവനങ്ങളിൽ സംരക്ഷിക്കണം. ഇന്നലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെയും കൊണ്ട് അപ്പൻ വന്ന് എൻ്റെ മുമ്പിൽ നിലവിളിച്ചായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുന്നു, 9ാം ക്ലാസ്സുകാരനെ. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, നിങ്ങൾ മദ്യപിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചില്ല അയാളോട്. പക്ഷേ അയാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സത് വന്നത്. അപ്പോൾ എപ്പോഴും മാതാപിതാക്കന്മാർ എന്ത് കാണിക്കുന്നു, ഇപ്പം മക്കൾ കേരളത്തിൽ ഇപ്പോഴും മക്കളങ്ങോട്ട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാകണ ഒരു കാലമാണല്ലോ. അപ്പം അവർ അതിൻ്റെ അകത്തുനിന്നും മാതാപിതാക്കന്മാർക്കൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. മക്കളുണ്ടായ ആദ്യകാലം മുതലേ ദൈവതിരുസേന ഏറ്റെടുത്ത പോലെ ജീവിപ്പിക്കുന്ന ഒത്തിരിയേറെ മക്കൾ, ആയിരക്കണക്കിന് മക്കൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പം അവരെല്ലാം വളർത്തിക്കൊണ്ടുവന്ന രീതികളാണ്. ദൈവത്തെക്കുറിച്ച് ഓർപ്പിക്കുകയും ജീവിക്കുകയും അവൻ്റെ പള്ളിക്ക് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവരും ഇപ്പം നിങ്ങളുടെ മക്കളായാലും ശരി, ആരായാലും ശരി, ചില സമയത്ത് ചില വൈപരീത്യങ്ങൾ കാണിക്കും. സഭയിലും ഉണ്ടാകും അതുപോലെയൊക്കെയുള്ള ആൾക്കാർ. ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ തന്നെ നാളെ വീണ് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. നിൽക്കുന്നുവെന്ന് തോന്നുന്നു വീഴാതിരിക്കട്ടെ എന്ന്. അപ്പോൾ അത് പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങളും അതുപോലെ പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, വീട്ടിലെ വൈദിക വൃത്തിക്ക് പറ്റാത്തവനാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉന്തിത്തള്ളി സെമിനാരി വിടരുത്. അമ്മമാർക്കാണ് പിള്ളേരെക്കുറിച്ച് കൃത്യമായിട്ട്, ആൺപിള്ളേരെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷൻ ചില അമ്മമാർ സെമിനാരി വിടുമ്പോൾ തന്നെ പാസ്പോർട്ട് എടുപ്പിക്കുകയാണ് വീട്ടിൽ, മകനെ യൂറോപ്പിൽ വിടാൻ വേണ്ടി. അങ്ങനെ പുതിയ അവതാരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ അമ്മമാരെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരിങ്ങനെ ദുരുദ്ദേശത്തോടുകൂടി സഭയെ സമീപിക്കുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ എനിക്ക് കുറച്ച് പേര് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള വിശുദ്ധിയിലേക്ക് ചായ്വുള്ളവരെയാണ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് അവരെ ഈശോയ്ക്ക് കൊടുക്കണം. വിശുദ്ധിയിലേക്ക് ചായ്വുള്ളവരെ, അവരതൊരു വിശുദ്ധി ഒരു പ്രകൃതമാണ് ശരിക്കും. അതിനോട് സഹകരിച്ച് പോകണം. നമ്മൾ സഹകരിക്കാതെ മരണം വരെ മൽപ്പിടുത്തം നടത്തിയ ഒരാളെ, അങ്ങനെ മരണം വരെ മൽപ്പിടുത്തം നടത്തുന്ന ആളെ മൽപ്പിടുത്തം നടത്തിയെന്ന് പറയാനേ ഉള്ളൂ. സഭയ്ക്ക് വലിയ പ്രത്യേകിച്ച് ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വല്ല പള്ളി പണിയൊക്കെ ചെയ്യാൻ പറ്റും, സ്കൂളൊക്കെ പണിയാൻ പറ്റും. പക്ഷെ സഭയെ പണിയാൻ പറ്റത്തില്ല. സഭയെ പണിയണമെങ്കിൽ ആത്മാക്കളെ വീണ്ടെടുക്കണം. അതിന് കർത്താവിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് കണ്ണീരിടാൻ പറ്റിയവരും അതിൻ്റെ പേരിൽ വിശുദ്ധി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും അതൊരു വലിയ ആന്തരിക അഭിഷേകമാണ് ശരിക്കും. അതിന് 2ാം പൗരോഹിത്യം എന്നാണ് പറയണത്. അപ്പം അതെപ്പോഴും അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യൂറോപ്പ് തോറ്റിടത്ത് നമുക്ക് ജയിക്കണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കും അപ്പോസ്തലിക പാരമ്പര്യമുള്ള സഭയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ കാലത്തെ അപ്പന്മാരുടെ ഉത്തരവാദിത്വം, നിങ്ങളെ വേറെ ഭാരിച്ച പണിയൊന്നും ചെയ്തില്ലെങ്കിലും
നിങ്ങൾക്ക് രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കൃപയിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ അത് മതി. അവിടെ കാര്യം നോക്കാൻ പിന്നെ കർത്താവ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് പല അമ്മമാരും മക്കളെ പെറ്റിടുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിന് എങ്ങനെ കൊടുക്കരുതെന്നാണ് അവർ പറയണത്. ഇപ്പം ഞെളിഞ്ഞു പിടിച്ച് എല്ലാവരും ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് പാസ്സായപ്പോഴും PDC പാസ്സായപ്പോഴും കുഞ്ഞുങ്ങൾ അവിടെ ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവരെ നിങ്ങൾ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ശുശ്രൂഷകളിൽ നിന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാമെന്ന് പറയുമ്പോൾ അമ്മമാർ വഴിപിഴപ്പിച്ചവരുണ്ട്. എന്താണ്? നീ അപ്പന് കടവാണ്, 10 പൈസ ഉണ്ടാക്കണം, നീ അതിന് പോയി ഇതിന് പോയി എന്നൊക്കെ പറയും. നിങ്ങളോട് ഇങ്ങോട്ട് ആരെങ്കിലും ഒരു മകനോ മകളോ പറഞ്ഞാൽ, എൻ്റെ മകനെ ഒരു കാരണവശാലും, നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തടഞ്ഞു നിൽക്കരുത്. അപ്പോൾ നിങ്ങളുടനെ അവർക്ക് അങ്ങനെ ചെയ്ത് ഇവരിങ്ങനെ പോയി അവരെക്കുറിച്ച് അങ്ങനെ കേൾക്കണം, ഇങ്ങനെ പിശാചിൻ്റെ വേദോപദേശം കൊടുത്തിട്ട് ഉള്ളവന്. നിങ്ങൾക്കറിയാവില്ല, സഭയിൽ ഒരാൾ ഒന്ന് പുത്തൻ അഭിഷേകം സ്വീകരിച്ചാൽ മതി, 1000 കർത്താവിന് വേണ്ടി വീണ്ടെടുക്കപ്പെടും, ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വിശുദ്ധമുള്ള പുണ്യപ്പെട്ട അച്ഛന്മാരെ കാണുമ്പോഴും പുണ്യപ്പെട്ട അച്ഛന്മാർ അച്ഛന്മാരെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി നിങ്ങളെ വിശുദ്ധിയോട് ചെന്ന് അച്ഛന്മാരെ സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നവരൊക്കെ പറയുമ്പോൾ തന്നെ ആ അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിനും ഒരു ബലം കിട്ടും. കാര്യം എന്താണ്? അവർ റിസ്ക് എടുത്ത് കർത്താവിൻ്റെ മുമ്പിൽ ഫുൾ ടൈം നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ ബലം നിൽക്കുകയും, അതുകൊണ്ട് ദൈവവിളിയുടെ ഒരു കാലമാണ്. ആർക്കെങ്കിലും കൃപാസനത്തിനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ വന്നും മാസങ്ങളോ വർഷങ്ങളോ നിന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, പിന്നെ ഒത്തിരി പ്രായമൊന്നും ഉണ്ടാകരുത്, അത്രയേ ഉള്ളൂ. കാരണം അവർക്ക് പ്രവർത്തിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ശ്രമിക്കാവുന്ന, നിങ്ങൾക്ക് അതിൻ്റെ വിളി മാതാവ് തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു കാലമാണ് വരണത്. ദൈവത്തിൻ്റെ കൃപ. എൻ്റെ മക്കളെ എന്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപമാതാവിനെ നേരെ കണ്ട ആളാണ് ഞാൻ. അപ്പോൾ വിശ്വാസത്തിൽ എന്തിലാണ് നമ്മൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിങ്ങനെ ചഞ്ചരിപ്പ് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ അടുത്ത് ഉടമ്പടിയിലാണെങ്കിൽ വാരിക്കോരി പ്രസൻസും സുഗന്ധാഭിഷേകവും മഴവില്ലും അമ്മയുടെ സാന്നിധ്യവും സൗഖ്യവും വിടുതലും. എവിടെയാണ് നീ പോകണം അവിടെ എല്ലാം അമ്മ കൂടെ നിൽക്കുകയല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് നിനക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റണില്ല? അത് കടമായി മാറത്തില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഇത് നോൻപായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. നോൻപ് കാലം പ്രത്യേകം ശ്രദ്ധിക്കുക. നോൻപിൽ നീ ഒരു അരുവി എടുത്താൽ നോൻപ് കഴിഞ്ഞും അരുവി നിൽക്കും. എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാക്കളെ വീണ്ടെടുക്കാൻ പറ്റിയ സഭാ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭാ സംവിധാനങ്ങൾ ആത്മാക്കളുടെ വീണ്ടെടുപ്പിനും വളർച്ചയ്ക്കും വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇന്ന് ഈ ചൊവ്വാഴ്ച ഈ ധ്യാനം നിങ്ങൾക്ക് അപ്പ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മക്കൾ പല പ്രാവശ്യം കേൾക്കുകയും, പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡുണ്ട്. ഡെയിലി ബ്രെഡിലൂടെയും കർത്താവ് അനേകം മക്കളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. രാവിലെ ചിലപ്പോൾ പ്രത്യക്ഷീണ പ്രാർത്ഥനയ്ക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ടാകും. സഭ അത് പഠനം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിക്ക് ചേഞ്ച് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ പ്രത്യക്ഷീണ പ്രാർത്ഥനയ്ക്ക് അതായത് ഈ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം ഉണ്ടാകും. ചെറിയ മാറ്റം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരുമ്പോൾ ഈ സാമ്പത്തിക വിഷയം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പലരും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കാശ് കൊണ്ടുവന്ന് ആ ബ്രദറിന് കൊടുത്തു, ഈ ബ്രദറിന് കൊടുത്തു. ചെറിയ കംപ്ലൈൻറ്റ് എഴുതി തന്നിട്ടുണ്ട്. അങ്ങനെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിലും കാശ് വാങ്ങിക്കാത്തതിനും ചോദിക്കാത്തതിനായിട്ട് എനിക്ക് നിൽക്കുകയല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളവരങ്ങനെ ചോദിക്കരുത്. ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ ഇവിടെ ഉള്ളവരല്ലെന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും ബ്രദർമാർ ഇത് പഴയ ഓൾഡ് സ്റ്റോക്കൊക്കെ ഉണ്ടേ. അപ്പോൾ ആരെങ്കിലും ബ്രദർ നവീകരിക്കപ്പെടാത്തവരുണ്ടാകും പഴയ പ്രവർത്തകരിൽ. അപ്പോൾ ആരെങ്കിലും ഈ പണസംബന്ധമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, അവർ കൃപാസനത്തിൻ്റെ അരുവിയുള്ളവരല്ല. അവരെന്നെ വയറ്റിപ്പഴപ്പിന് വേണ്ടി സ്വന്തം കാര്യത്തിന് വേണ്ടി അങ്ങനെ കൃപാസനത്തെ ദുരുവിനിയോഗിക്കുന്നവരാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുക, നിങ്ങളുമായിട്ട് പിന്നീട് അച്ഛനറിയാതെ കോൺടാക്റ്റ് ചെയ്യുക. അതിനൊന്നും അച്ഛൻ ഉത്തരവാദിയല്ല കേട്ടോ. ഇത് ഇവിടെ ഒരു ബ്രദർമാരും ഇല്ല, ആരുമില്ല, അങ്ങനെയില്ല.
എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രണ്ടാമത്തെ വിഷയം, നിങ്ങൾ ഇവിടെ തിരി കൊടുക്കുന്നവരില്ലേ, അവരുടെ വയറ്റിൽ പിഴപ്പായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്ക് ആൾക്കാർക്ക് കഞ്ഞി വെച്ച് പോകണം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കൃപാസം കൊണ്ട് 10 പേര് കഞ്ഞി വെച്ച് പോയാൽ അത്രയും എനിക്ക് സന്തോഷമായിരിക്കും. പക്ഷേ കള്ളത്തരം പറയരുത്. ഈ ഉടമ്പടി തിരി എന്ന് പറയുന്നത് ഇവിടെ മാത്രം കൊടുക്കുന്നതാണ്. അത് പല പ്രാവശ്യം വ്യഞ്ചരിച്ചിട്ട് വളരെ തീഷ്ണമായി ആ ഉദ്ദേശം നിറവേറാൻ വേണ്ടിയാണ് ആ തിരിയുടെ കളർ മാറ്റി അമ്മ ഉടമ്പടി പ്രകാരമാണ് പച്ചയും നീലമാക്കിയിരിക്കുന്നത്. ആ തിരി ഉടമ്പടി തിരിയാണെന്ന് പറഞ്ഞ് പുറത്ത് വിൽക്കുന്നത് വഞ്ചനയും കള്ളത്തരമാണത്. അപ്പം അത് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ള ഒരാളെ മനസ്സിലാക്കണം. നിങ്ങൾ അവർ വിൽക്കുകയെടുക്കുക ചെയ്യത്ത, പക്ഷെ അത് അച്ഛൻ വ്യഞ്ചരിച്ചാണെന്ന് പറയരുത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. തിരി ചിലവാകാൻ വേണ്ടി കൃപാസനം വ്യഞ്ചരിച്ചാണെന്ന് പറയുമ്പോൾ ആൾക്കാർ സംശയിക്കുന്നത് എന്താണ്? ഉടമ്പടി തിരിയാണെന്നല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ പറയുന്നതല്ലേ ചെയ്യണം. അപ്പോൾ ദൈവത്തിനെതിരായിട്ടുള്ള പാപമാണ്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. പുറത്ത് വിൽക്കുക, മേടിക്കുക, കഞ്ഞി വെക്കുക നല്ല കാര്യമാണ്. ആൾക്കാർ ഒരു ദിവസം ഒരു വീട്ടിൽ അടപ്പ് പോകുകയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ കൃപാസനം കൊണ്ടാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതേസമയം തന്നെ കൃപാസനത്തിൻ്റെ ചൈതന്യം കളയണ രീതിയിൽ പുറത്ത് അങ്ങനെ പെരുമാറുന്നത് നമ്മളൊരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. അത് മനസ്സിലാക്കണം. വ്യഞ്ചരിച്ച തിരി, ഉടമ്പടിയുള്ള തിരികൾ, വ്യഞ്ചരിച്ച തിരിയും വ്യഞ്ചരിച്ച തിരുവസ്തുക്കളും എല്ലാം കൃപാസനത്തിനകത്ത് മാത്രമേ ലഭിക്കത്തുള്ളൂ, കൗണ്ടറിൽ മാത്രമേ. എല്ലാവരും എഴുന്നേൽക്കുക. സമാപനാശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സക്രിയ 4:6 തിരുവചനമനുസരിച്ച് സൈന്യബലത്താലുമല്ല കരബലത്താലുമല്ല കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ഓരോരോ ഉടമ്പടി വിഷയങ്ങളും ഏറ്റെടുക്കപ്പെടുന്നത് എന്ന് തിരുവചനത്തിലൂടെ വെളിപ്പെട്ടതുപോലെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തി മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകുന്ന കർത്താവിനാൽ നിരന്തരം നയിക്കപ്പെടുന്ന വ്യക്തികളാകുവാനുള്ള വലിയ അഭിഷേകം സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 മഹത്വം യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും മുട്ടിൽ നിന്ന് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ, ആവേ, ആവേ മരിയ, ആവേ